ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ ഇലയടയാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോണത്. നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കറുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ പഴുത്തിട്ടൊക്കെ പോവില്ല. അപ്പോൾ അതുപോലെ ഇരിക്കുന്ന പഴം കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ നല്ലോണം പഴുത്തു പോയിട്ടുള്ള തൊലിയൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട തയ്യാറാക്കിയിട്ട് എടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് ഈ ഒരു ഇലയട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പഴം അട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ അടക്ക തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ അതേ പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ അടുപ്പിൽ നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കര ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ടിയിട്ട് ഒരു പഴം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതേ പഴം നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പിന്നീട് ശരിയായിക്കോളും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതി. അതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കി 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണം കേട്ടോ ഈ ഒരു അട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. എടുക്കുമ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായ പോലെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് തിക്കായിട്ടൊക്കെ വന്നോളും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടോ. പിന്നെ ഇത് നല്ല ലൂസായ പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അട പരത്തിയെടുക്കാനായിട്ട് വാഴയിലൊക്കെ ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇലയുടെ സെൻറ്ററിലായിട്ട് കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. എത്രത്തോണ്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നല്ല നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ അത് പരത്തിയെടുക്കാനായിട്ട്. നല്ല നൈസായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു അട നമുക്ക് സാധാരണ അട പരത്തിയെടുക്കണ പോലെ ഇലയിൽ വെച്ചിട്ട് മാവ് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കൈ വെച്ചിട്ട് പരത്തിയിട്ട് എടുക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാതും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്തിട്ട് വരട്ടെ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴം അട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് ഇങ്ങനെ കനം കുറഞ്ഞിട്ടുള്ള അടയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്